അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്വസ്റ്റ്യൻ ആൻസർ. എന്തുകൊണ്ടാണ് പല മനുഷ്യരുടെയും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോകുന്നത്? ആൻസർ. തൗഹീദിൽ നിന്ന് തെറ്റി സഞ്ചരിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ സുന്നത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് അവൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോകുന്നത്. വിശുദ്ധ ഖുർആനിൽ 5-ാമത്തെ സൂറത്ത് മാഇദയിൽ 27-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, തഖ്വയുള്ളവരിൽ നിന്നു മാത്രമേ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. തഖ്വയുള്ള, ഭക്തിയുള്ള, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളിൽ നിന്നു മാത്രമേ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. തഖ്വ എന്ന് പറഞ്ഞാൽ കേവലം ഭക്തി സൂക്ഷ്മത എന്ന് മാത്രമല്ല അർത്ഥം, മറിച്ച് അതിന് മറ്റൊരർത്ഥമുണ്ട്. അതായത് ശിർക്കിനെ സൂക്ഷിക്കുക. വലിയ ശിർക്കും ചെറിയ ശിർക്കുമുണ്ട്. ആരാധനകൾ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി സമർപ്പിക്കുക, ഇതാണ് വലിയ ശിർക്ക്. ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടി പ്രവർത്തിക്കുക, അവർ കേൾക്കാനും പ്രശസ്തനാകാനും വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക, ദുരഭിമാനത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടില്ല. ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടും കേൾക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന കർമ്മങ്ങൾ, അതായത് ചെറിയ ശിർക്ക്. അത്തരം കർമ്മങ്ങൾ, അത് നമസ്കാരം, നോമ്പ്, ഹജ്ജ്, ഉംറ ഇവയൊക്കെ ആകട്ടെ, പുണ്യകർമ്മങ്ങളാകട്ടെ, സൂക്ഷിക്കണം. കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഈമാനില്ലാത്തത് കൊണ്ട് കുഫ്ർ അല്ലെങ്കിൽ സത്യനിഷേധം മനസ്സിലുള്ള ആളുകളുടെ നന്മകൾ, അവരുടെ കർമ്മങ്ങൾ ചിതറപ്പെട്ട ധൂളികളായി മാറും. 25-ാമത്തെ സൂറത്ത് 23-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഷിർക്ക് അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ അവൻ്റെ അമലുകൾ നഷ്ടപ്പെട്ടു പോകും, അവൻ നഷ്ടക്കാരിൽ പെട്ടുപോകും. സൂറത്ത് സുമറിൽ 65-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് വേണ്ടത് അല്ലാഹുവിൻ്റെ പ്രീതിയും പരലോക വിജയവും ആഗ്രഹിക്കുക. പരലോക വിജയം എന്നു പറഞ്ഞാൽ നരകത്തിൽ നിന്നുള്ള രക്ഷയും സ്വർഗപ്രവേശനവും അല്ലാഹുവിൻ്റെ തൃപ്തിയും. ഇതൊക്കെ മനസ്സിൻ്റെ അടിത്തട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇഖ്ലാസ് വേണം. സൂറത്ത് ഹൂദ് 15-16 വരെയുള്ള ആയത്ത് ശ്രദ്ധിക്കുക. റസൂലുള്ള പഠിപ്പിച്ചതും മാതൃകയാക്കിയതുമായ കാര്യങ്ങൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഉണ്ടായിരിക്കണം. ഇഖ്ലാസും ഈമാനും വേണം. സുന്നത്തിന് അനുസൃതമായിരിക്കണം. എന്നാൽ മാത്രമേ അമലുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് അണിയാൻ പറഞ്ഞ ഖുർആനിലെ 2 കാരണങ്ങൾ എന്തെല്ലാം? മറ്റൊന്ന്, നമുക്ക് വേണ്ടി ഖിയാമത്തിൽ ശുപാർശ ചെയ്യുന്ന 2 ഏതെല്ലാം? ഇൻഷാ അല്ലാഹ്.